So electric potential due to electric potential due to a point charge. Electric potential due to a point charge. ഡെറിവേഷൻ ആണ് പറയാൻ പോകുന്നത്. ഫോർമുല KQ/R ആണെന്നറിയാം. ഡെറിവേഷൻ ആണ് പറയാൻ പോകുന്നത്. നല്ലപോലെ ശ്രദ്ധിച്ചിരിക്കുക. നമ്മളെ കയ്യിൽ Q എന്ന് പറഞ്ഞൊരു ചാർജ് ഇരിപ്പുണ്ട്. നമ്മളെ കയ്യിൽ Q എന്ന് പറഞ്ഞ ഒരു ചാർജ് ഉണ്ട്. നമുക്ക് വേണ്ടത് എന്താണ്? നമുക്ക് വേണ്ടത് ഇവിടുന്ന് R ഡിസ്റ്റൻസ് അകലെ ഒരു 1 കൂളം ചാർജ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുണ്ടാവുന്ന എനർജി, പൊട്ടൻഷ്യൽ എനർജി എന്താണ്? ഇതാണ് എനിക്ക് ഡിറൈവ് ചെയ്യേണ്ടത്. അതാണല്ലോ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ അറ്റ് എ ഗിവൺ പോയിന്റ്. ആ 1 കൂളം ചാർജിൽ എത്ര എനർജി സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും ഇവിടെ ഇരിക്കുകയാണെങ്കിൽ. അപ്പോൾ അത് ഡിറൈവ് ചെയ്യാൻ പോവാണ്. നമ്മൾ 2 രീതിയിൽ ഡെഫിനിഷൻ പഠിച്ചിട്ടുണ്ട്. സോ ഇവിടെയുള്ള 1 കൂളം ചാർജിന് എന്ത് എനർജി കാണും? അപ്പോൾ നമ്മളത് ഡെഫിനിഷൻ പഠിച്ചു. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ അറ്റ് എ ഗിവൺ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫിനിറ്റിയിൽ ഉണ്ടായിരുന്ന 1 കൂളം ചാർജിന്, ഇൻഫിനിറ്റിയിൽ തുടക്കത്തിൽ ഈ 1 കൂളം എവിടെയാണ് ഉണ്ടായിരുന്നത്? ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ വളരെ അകലെയായിരുന്നു. ഇയാളെ ഞാൻ ഫോഴ്സ് കൊടുത്തിട്ട് അല്ലേ, എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുക, ആക്സിലറേഷൻ വരാത്ത രീതിയിൽ ഇങ്ങനെ പതുക്കെ ഓക്കെ, ആക്സിലറേഷൻ ഇല്ലാത്ത രീതിയിൽ പതുക്കെ മൂവ് ചെയ്ത് അവിടം വരെ എത്തിക്കാൻ ഞാൻ വർക്ക് ചെയ്യണം. ഞാൻ ചെയ്യുന്ന വർക്ക് എത്രയാണോ അതാണ് അവിടെയുള്ള പൊട്ടൻഷ്യൽ. അപ്പോൾ അവിടെയുള്ള വർക്ക് എത്ര ചെയ്യണം? ഇപ്പോൾ ഇവിടെ മുതൽ ഇൻഫിനിറ്റി മുതൽ ഈ പൊസിഷൻ വരെ R വരെ എത്തിക്കാൻ ഞാൻ ചെയ്യുന്ന വർക്ക് എത്രയാണ്? അതാണ് ഇവിടെ എനർജിയുടെ രൂപത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഞാൻ ചെയ്യുന്ന വർക്ക് ഇവിടെ പൊട്ടൻഷ്യൽ എനർജിയുടെ രൂപത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതത്ര എളുപ്പമുള്ള കാര്യമല്ല, ഇൻ്റഗ്രേഷൻ വേണ്ടി വരും. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ ദ വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫിനിറ്റി മുതൽ ഇവിടം വരെ എത്തിക്കണമല്ലോ. ഓൺ ദ വേ പോണ വഴിക്ക് ഉള്ളൊരു ചെറിയൊരു ഡിസ്പ്ലേസ്മെൻറ്റ് കൺസിഡർ ചെയ്യുക. പോണ വഴിക്കുള്ള ചെറിയൊരു ഡിസ്പ്ലേസ്മെൻറ്റ് കൺസിഡർ ചെയ്യുക. ഇവിടെ ഹൈലൈറ്റ് ചെയ്യാം. പോണ വഴിക്ക് ഒരു ചെറിയൊരു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. സപ്പോസ് ഈ ഡിസ്പ്ലേസ്മെൻറ്റ് വല്ല എന്തെങ്കിലും ഒരു പേര് കൊടുക്കാം. നമുക്ക് DX എന്നങ്ങാനും പേര് കൊടുക്കാം. അല്ല, അതിന് മുമ്പ് ഇത് ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്, ഒരു ആർബിട്രറി പോയിൻ്റാണ്. കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്. ജസ്റ്റ് ഒരു ആർബിട്രറി ആയിട്ടുള്ള പോയിൻ്റാണ്. അവിടുന്ന് ചെറിയൊരു ഡിസ്പ്ലേസ്മെൻറ്റ് നീക്കാനായിട്ട് ഞാൻ ചെറിയൊരു വർക്ക് ചെയ്യുന്നുണ്ട്. ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ, ഇൻ്റഗ്രേഷനാണ്. അപ്പോൾ നമുക്ക് ആ ഡിസ്റ്റൻസ് തൽക്കാലം അസ്യൂം ചെയ്യാം. ആ Q മുതൽ നമ്മളിപ്പോൾ ഒരു ആർബിട്രറി ആയിട്ട് ഒരു പോയിൻ്റ് എടുത്തെന്ന് പറഞ്ഞില്ലേ, അവിടെ വരെയുള്ള ഡിസ്റ്റൻസിന് ഞാൻ എന്തെങ്കിലും ഒരു പേരുകൊണ്ട് ഡിനോട്ട് ചെയ്തോട്ടെ, X. R വേണ്ട, R ഇവിടെ വേറെ ഉപയോഗിച്ച് കഴിഞ്ഞ ആളാണ്, അപ്പോൾ R വേണ്ട. അപ്പോൾ ഓൺ ദ വേ പോണ വഴിക്ക് ഉള്ളൊരു ആർബിട്രറി പോയിൻ്റാണിത്. അവിടുന്ന് Q വരെയുള്ള ഡിസ്റ്റൻസ് X ആണെന്ന് വിചാരിക്കുക. ഈ X എന്ന് പറഞ്ഞത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, കാരണം ഇയാളിങ്ങനെ നീങ്ങുന്നതിനനുസരിച്ച് ഈ X ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ ഈ സമയത്ത് നമ്മൾ 1 കൂളം എന്ന് പറഞ്ഞ ആൾ ഇവിടെ എത്തി കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ നീക്കി ഓൺ ദ വേ X എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് അകലെ എത്തിയിട്ടുണ്ട്. 1C എന്ന് പറഞ്ഞ ആൾ. ആ സമയത്ത് 1 കൂളം എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് E ആണെന്ന് വിചാരിക്കുക. എന്താണ് E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഈ 1 കൂളം പതുക്കെ അനക്കി ഇവിടം വരെ എത്തിയിട്ടുണ്ടല്ലോ. ഇവിടെ എത്തിയ ആ സെക്കൻഡിൽ ആ 1 കൂളം ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സാണ് E. കാരണം ഈ Q റിപ്പൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 1 കൂളം എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സാണ് E. നമുക്ക് ആ ഫോർമുല അറിയാം. Q എന്ന് പറഞ്ഞ ചാർജിൽ നിന്ന് X ഡിസ്റ്റൻസ് അകലെ ഉള്ള ഇലക്ട്രിക് ഫീൽഡ് നമുക്കറിയാം. ഫോർമുല ഇലക്ട്രിക് ഫീൽഡ് ഞാനിവിടെ വെറുതെ താഴെ ഇങ്ങനെ എഴുതിക്കോട്ടെ, X.
കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഈ തന്നെ എഴുതുള്ളൂ കേട്ടോ. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് എക്സ് മീറ്റർ എവേ ഫ്രം ക്യൂ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, കഴിഞ്ഞ ക്ലാസ്സല്ല അതിന് മുമ്പേ പഠിച്ചതാ, കെ ക്യൂ ബൈ എക്സ് സ്ക്വയർ. ഒരു പോയിന്റ് ചാർജ് ചെയ്യുന്ന എക്സ് ഡിസ്റ്റൻസ് അകലെ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് കെ ക്യൂ ബൈ എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഈ 1 കൂളം ചാർജ് ഇത്രയും ഫോഴ്സ് പുറകിലോട്ട് പുറകിലോട്ട് ഒരു ഫോഴ്സ് കിട്ടുന്നുണ്ട്. പക്ഷേ ഈ 1c ലെഫ്റ്റിലോട്ടാണ് മൂവ് ചെയ്യേണ്ടത്. ഈ 1c ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്ത് ഇവിടം വരെ എത്തണം. അപ്പോൾ ഈ എന്ന് പറഞ്ഞ ഫോഴ്സ് എത്രയാണോ അത്രയും തന്നെ ഫോഴ്സ് ലെഫ്റ്റിലോട്ട് കൊടുക്കണം. ഈ 1c ഇവിടെ എത്തുന്ന ഈ 1c അനങ്ങി തുടങ്ങണമെങ്കിൽ എത്ര ഇ ആണോ ലെഫ്റ്റിലോട്ടുള്ളത് അത്രയും തന്നെ ഈ എത്ര ഫോഴ്സാണോ റൈറ്റിലോട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത് അത്രയും തന്നെ ഫോഴ്സ് ലെഫ്റ്റിലോട്ട് കൊടുക്കണം. എന്നാലല്ലേ അത് പതുക്കൊന്ന് അനങ്ങി തുടങ്ങുള്ളൂ. അല്ല, ഇവിടെ എത്തുന്ന 1 കൂളത്തിൽ ഈ ക്യൂ എന്ന് പറഞ്ഞ ആൾ റിപ്പൽ ചെയ്യുന്നുണ്ട് വിത്ത് എ ഫോഴ്സ് ഇ. അപ്പോൾ ഈ 1c ലെഫ്റ്റ് സൈഡിലോട്ടൊന്ന് പതുക്കൊന്ന് അനങ്ങി തുടങ്ങണമെങ്കിൽ ഈ ഫോഴ്സ് ഇ എന്ന് പറഞ്ഞ ഫോഴ്സിനോട് ഒരു സ്വല്പം കൂടുതലായിട്ടുള്ള ഒരു ഫോഴ്സ് ഇ ലെഫ്റ്റിലോട്ട് കൊടുത്താൽ ഈ 1 കൂളം പതുക്കെ ലെഫ്റ്റിലോട്ട് അനങ്ങി തുടങ്ങുള്ളൂ. അപ്പോൾ ഈ എന്ന് പറഞ്ഞ ഫോഴ്സ് മിനിമം ഇ എന്ന് പറഞ്ഞൊരു ഫോഴ്സ് കൊടുത്താലാണ് ഈ 1c പതുക്കെ ലെഫ്റ്റിലോട്ട് അനങ്ങി തുടങ്ങുള്ളൂ. അപ്പോൾ ഈ 1c ആക്ട് ചെയ്യുന്ന ഫോഴ്സ് dx ആണ്. അത് കാരണം ഒരു ചെറിയൊരു ഡിസ്റ്റൻസ് മൂവ് ചെയ്തു, ആ ഫോഴ്സ് കാരണം ഒരു പൊടിക്കൊന്ന് നീങ്ങി ഹൈലൈറ്റ് ചെയ്ത ഡിസ്റ്റൻസ് സേ dx. ഈ എന്ന് പറഞ്ഞ ഫോഴ്സ് എന്തായാലും വേണം, പതുക്കെ അനങ്ങി തുടങ്ങണമെങ്കിൽ ഈ എന്ന് പറഞ്ഞ ഫോഴ്സ് നെസസറിയാണ്. ആ ഫോഴ്സിൻ്റെ സഹായം കൊണ്ട് dx എന്ന് പറഞ്ഞൊരു ഡിസ്റ്റൻസ് ഒരു പൊടിക്കൊന്ന് ലെഫ്റ്റിലോട്ട് നീങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു വർക്ക് ഞാൻ ചെയ്തിട്ടുണ്ട് അല്ലേ. ഇവിടെ ഈ ഹൈലൈറ്റ് ചെയ്ത പാത്തിൽ മൂവ് ചെയ്യാനായിട്ട് ഞാൻ ചെറിയൊരു വർക്ക് ചെയ്തിട്ടുണ്ട്. ആ ചെറിയ വർക്കിന് ഞാൻ dw എന്ന് പറഞ്ഞ പേര് കൊടുക്കാൻ പോവാണ്. ഈ ഹൈലൈറ്റ് ചെയ്ത അത്രയും ഡിസ്റ്റൻസ് നീങ്ങാൻ ഞാൻ അവിടെ ചെറിയൊരു വർക്ക് കൊടുത്തിട്ടുണ്ട്. ആ വർക്കിനെ നമുക്ക് എങ്ങനെ പേര് കൊടുക്കാം? dw എന്ന് പേര് കൊടുക്കാം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. വർക്ക് കാണാനുള്ള ഫോർമുല ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ ഈ 1c ആക്സലറേഷൻ ഇല്ലാതെ ലെഫ്റ്റിലോട്ട് നീക്കാൻ ഞാൻ ഇ എന്ന് പറഞ്ഞ ഫോഴ്സ് കൊടുക്കണം. ആ ഇയുടെ ഹെൽപ്പോടുകൂടി ഞാൻ dx ഡിസ്റ്റൻസ് നീക്കി. അപ്പം ഞാൻ ഈ ഹൈലൈറ്റ് ചെയ്ത പാത്തിൽ ഇത്രയും ഭാഗം നീക്കാൻ ഞാൻ എത്ര വർക്ക് ചെയ്തു? ഞാൻ ചെയ്ത വർക്ക് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് ഇ ഇൻറ്റു dx വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു നെഗറ്റീവ് സൈൻ കൊടുക്കണം. ശരിക്കും പറഞ്ഞാൽ ഒരു നെഗറ്റീവ് സൈൻ കൊടുക്കണം. ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ, ഒരു നെഗറ്റീവ് സൈൻ കൊടുക്കണം. അതിനുള്ള കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ കരുതിയാൽ മതി. അത് വെക്റ്റർ എന്നുള്ള രീതിയിൽ എടുക്കുമ്പോഴാണ് നെഗറ്റീവ് വരുന്നത്. തൽക്കാലം നിങ്ങൾ ഇങ്ങനെ കരുതിയാൽ മതി. ഈ അങ്ങോട്ടാണെങ്കിൽ ലെഫ്റ്റിലോട്ടുള്ള ഇത് മൈനസ് ആണ്, അങ്ങനെ കരുതിയാൽ മതി. മനസ്സിലായല്ലോ? കുറച്ചുകൂടി വെക്റ്ററിനോട് കോൺസെപ്റ്റ് പറയുമ്പോൾ ഒന്നുകൂടി ക്ലിയർ ആവും. പക്ഷെ അത് വെറുതെ സമയം കളയണ്ട. ഇത് അങ്ങോട്ട് ഈ ആണെങ്കിൽ ലെഫ്റ്റിലോട്ടുള്ളത് മൈനസ് ഇ, അങ്ങനെ കരുതിയാൽ മതി. അപ്പോൾ പിന്നെ പേടിക്കാനില്ലല്ലോ. ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് മൈനസ് ഇ ഇൻറ്റു dx. ഇത്രയും ഭാഗം നീക്കാൻ ഞാൻ ചെയ്ത വർക്ക് മൈനസ് ഇ ഇൻറ്റു dx ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ യെല്ലോ കളറിലുള്ള അത്രയും നീക്കാനായിട്ട് ഞാൻ ചെയ്ത വർക്ക് എത്രയാണെന്നാണ് പറഞ്ഞത്? dw. എത്ര? dw എന്ന് പറഞ്ഞാൽ ചെറിയ വർക്ക് എന്ന് കാണിക്കാനാണ് dw കേട്ടോ. dw എന്ന് പറഞ്ഞാൽ സ്മോൾ വർക്ക്. ഈ dw കൊണ്ട് ഇയാൾ ഇവിടം വരെ എത്തോ? ഇല്ല. ഇതേപോലത്തെ കുറേ dwകൾ വേണ്ടി വരും അല്ലേ. ഇത്രയും നീക്കാനായിട്ടൊരു dw, അവിടുന്ന് ഇത്രയും നീക്കാനായിട്ടൊരു dw, ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ സെഗ്മെൻറ്റ് നീക്കാനായിട്ട് ഓരോ dwകൾ വേണം. അപ്പോൾ ഈ അറ്റം മുതൽ ഈ അറ്റം വരെ നീക്കണമെങ്കിൽ dw, അടുത്ത dw പ്ലസ് അടുത്ത dw പ്ലസ് ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ വർക്കുകളെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആകെ വർക്ക് കിട്ടും. ഇൻഫിനിറ്റി മുതൽ ഇവിടം വരെ ചെയ്യേണ്ട വർക്ക് കിട്ടും. ഓരോ ചെറിയ ചെറിയ സെഗ്മെൻറ്റ് നീക്കാൻ വേണ്ട വർക്കുകളാണ് ചെറിയ ചെറിയ dw's. ഓരോ dwകളും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആകെ വർക്ക് കിട്ടും. ഇൻഫിനിറ്റി മുതൽ അവിടം വരെ എത്തിക്കാനുള്ള വർക്ക് കിട്ടും. ഇപ്പോൾ വർക്ക്, ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ ഓഫ് dw സമ്മേഷൻ
സമ്മേഷൻ ഓഫ് ഡി ഡബ്ല്യു ആണ്. ഈ സമ്മേഷൻ എന്ന് പറഞ്ഞ സിമ്പിളാണ് അവസാനത്തെ ഇൻ്റഗ്രൽ സിമ്പിളായി മാറിയത്. ഇൻ്റഗ്രേഷൻ പിന്നീട് നിങ്ങൾ പഠിക്കും. ഞാൻ അതിനു വേണ്ടി മാത്സിലോട്ട് അങ്ങനെ അധികം പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ സമ്മേഷൻ ഓഫ് ഡി ഡബ്ല്യു, സമ്മേഷൻ ഈസ് ഡിനോട്ടഡ് ബൈ ദ ഇൻ്റഗ്രൽ സിമ്പിൾ. ഓക്കെ, ഇൻ്റഗ്രേഷൻ്റെ കുറച്ച് സ്റ്റെപ്പ് ചുമ്മാ ബൈ ഹാർട്ട് പോലെ കരുതേണ്ടി വരെ. പിന്നീട് മാത്സിൽ എടുക്കുമ്പോൾ നിങ്ങൾക്കിത് ക്ലിയർ ആയിക്കോളും. സോ ഇൻ്റഗ്രൽ ഓഫ് ഡി ഡബ്ല്യു, ഓരോ ചെറിയ ഡി ഡബ്ല്യുകളും ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ വർക്ക് കിട്ടും. അപ്പോൾ ഇൻ്റഗ്രൽ ഡി ഡബ്ല്യു എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് ഡി ഡബ്ല്യു? മൈനസ് ഇ ഡി എക്സ്, മൈനസ് എ ഡി എക്സ്. ഇവിടെ ചെറിയ നമ്പറുകൾ എഴുതാനുണ്ട്, ഞാൻ പറഞ്ഞുതരാം. എല്ലാവരും കൂടി ഒന്നിച്ച് പറഞ്ഞാൽ ശരിയാവില്ല. മൈനസ് വേണമെങ്കിൽ പുറത്തോട്ട് പൊക്കോട്ടെ. അങ്ങനെ ഒരു ഇൻ്റഗ്രേഷൻ ഒരു പ്രോപ്പർട്ടിയാണ് മൈനസ് നമ്പറൊക്കെ പുറത്തോട്ട് എടുക്കുക എന്നുള്ളത്. ഇ എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് ഇ? ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ ക്യൂ ബൈ എക്സ് സ്ക്വയർ അല്ലേ? ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ ക്യൂ ബൈ എക്സ് സ്ക്വയർ ആണ്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കെ ക്യൂ ബൈ എക്സ് സ്ക്വയർ ഡി എക്സ്. ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ ക്യൂ ബൈ എക്സ് സ്ക്വയർ ഡി എക്സ്. സമ്മേഷൻ എന്ന് പറയുമ്പോൾ എവിടം മുതൽ എവിടം വരെയാണെന്ന് പറയണ്ടേ അല്ലേ? നമ്മൾ ചുമ്മാ ഇങ്ങനെ ആഡ് ചെയ്ത് പോയി അവസാനിക്കണമല്ലോ സമ്മേഷൻ. അപ്പോൾ സമ്മേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എവിടം മുതൽ എവിടം വരെ ആഡ് ചെയ്യണം എന്നുള്ളത് നമ്മൾ കാണിക്കണം. അല്ലാതെ സമ്മേഷൻ ഇൻകംപ്ലീറ്റ് ആണ്, മീനിങ് ഫുൾ അല്ല. എവിടം മുതൽ എവിടം വരെ? എക്സ് വാല്യൂ ഇൻഫിനിറ്റി മുതൽ അല്ലേ? ഇവിടെ നിന്നല്ലേ ഞാൻ തുടങ്ങിയത്? എക്സ് വാല്യൂ ഇൻഫിനിറ്റി മുതൽ എക്സ് വാല്യൂ 6 വരെ. എന്താണ് ഈ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എക്സ് എന്ന് പറഞ്ഞാൽ ക്യൂ എന്നുള്ള ഡിസ്റ്റൻസാണ് ഈ എക്സ്. എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കൂളം ചാർജ് ക്യൂയിന്ന് എത്ര ഡിസ്റ്റൻസ് അകലെയാണ്, അതാണ് എക്സ്. അപ്പോൾ ഇനീഷ്യലി എക്സിൻ്റെ വാല്യൂ ഇൻഫിനിറ്റിയാണ്. ഇനീഷ്യലി എക്സിൻ്റെ വാല്യൂ എവിടെ? ഇൻഫിനിറ്റിയാണ്. ഇതിനെ നീക്കി അവസാനം ഇവിടെ എത്തുന്ന സമയത്ത് എക്സിൻ്റെ വാല്യൂ 6 ആയിരിക്കും അല്ല? ഇവിടെ എത്തുന്ന സമയത്ത് ഈ ഡിസ്റ്റൻസ് 6 ആണല്ലോ. അപ്പോൾ ഇൻഫിനിറ്റി മുതൽ 6 വരെയുള്ള സമ്മേഷനാണ്, ഇൻഫിനിറ്റി മുതൽ 6 വരെയുള്ള ഓരോ ഡി ഡബ്ല്യൂസിൻ്റെയും സമ്മേഷൻ അഥവാ ഇൻ്റഗ്രേഷൻ ആണ് വേണ്ടത്. ഓക്കെ, ഇൻ്റഗ്രേഷൻ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. കുറച്ച് സ്റ്റെപ്പ് ബൈ ഹാർട്ട് പോലെ പോകണം. കെ ക്യൂ എന്ന് പറഞ്ഞാൽ അത് ഫിക്സഡ് ആണ്. കെ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണെന്ന് അറിയാം. ക്യൂ എന്ന് പറഞ്ഞാൽ ആൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ടോ? ഇല്ല, ക്യൂ അവിടെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുക. ഇൻ്റഗ്രേഷന് ഒരു പ്രോപ്പർട്ടി ഉണ്ട്. കോൺസ്റ്റൻറ്റ് ഇൻ്റഗ്രേഷനുള്ളിലുണ്ടെങ്കിൽ അത് പുറത്തോട്ട് എടുക്കണം. ഇൻ്റഗ്രേഷൻ്റെ പ്രോപ്പർട്ടി എന്താണ്? കോൺസ്റ്റൻറ്റ് ഉള്ളിലുണ്ടെങ്കിൽ അത് പുറത്തോട്ട് എടുക്കണം. ഇപ്പോൾ മൈനസ് ഓഫ് കെ ക്യൂ എന്ന് പറഞ്ഞ ആൾ ഫിക്സഡ് ആണ്, മാറുന്നില്ല. പിന്നെ ബാക്കിയുള്ളത് 1/x² ആണ് ഇതിനകത്ത് അല്ലേ? 1/x² ആണ്. 1/x² എക്സ് റേസ് ടു -2 എന്ന് എഴുതിയാലും തെറ്റിയില്ല. ആ സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവില്ല ആണല്ലോ അല്ലേ? 1/x² എക്സ് റേസ് ടു -2 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇനി മാത്സിലുള്ള റിസൾട്ടാണ്, തൽക്കാലം ബൈ ഹാർട്ടാക്കി വെച്ചാൽ മതി. ഇവിടെ സൈഡിലായിട്ട് ഞാൻ എഴുതി വെച്ചേക്കാം. മാത്സിലുള്ള റിസൾട്ടാണ്. എങ്ങനെ വന്നു എന്നോ ഒന്നും അറിയണ്ട. ഇൻ്റഗ്രൽ ഓഫ് എക്സ് റേസ് ടു n, ഇൻ്റഗ്രൽ ഓഫ് എക്സ് റേസ് ടു n എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് നമ്പർ ആവാം, നെഗറ്റീവ് നമ്പർ ആവാം, എന്ത് വേണമെങ്കിലും വരാം. ഇൻ്റഗ്രേഷനിലുള്ള റിസൾട്ടാണ് കേട്ടോ. ഇൻ്റഗ്രൽ ഓഫ് എക്സ് റേസ് ടു n എന്ന് പറഞ്ഞാലേ ചിലപ്പോൾ ഫിസിക്സിൽ കഴിഞ്ഞ വർഷമൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവേണ്ടതാണ്. നിങ്ങൾ ചെയ്തിട്ടുണ്ട്. എക്സ് റേസ് ടു n+1/n+1 ആണ്. ഫിസിക്സിലൊക്കെ തെർമോഡൈനാമിക്സിലും അവിടെയൊക്കെ ചെറിയ ചെറിയ ഇൻ്റഗ്രേഷൻസ് വന്നിട്ടുണ്ട്. അത് പഠിക്കേണ്ട രീതി പഠിച്ച് ഓർമ്മ വരും. സോ ഇൻ്റഗ്രൽ എക്സ് റേസ് ടു n എന്ന് പറഞ്ഞാൽ മാത്സിലുള്ള റിസൾട്ടാണ്. n എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, എന്ത് വേണമെങ്കിലും ആവാം. ഇൻ്റഗ്രൽ എക്സ് റേസ് ടു എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു n+1/n+1 എന്ന് പറഞ്ഞൊരു സ്റ്റാൻഡേർഡ് റിസൾട്ട് ഉണ്ട്. മാത്സിൽ ഇൻ്റഗ്രേഷൻ പഠിക്കുമ്പോൾ ഒന്നുകൂടിയും ഓക്കെ ആയിക്കോളും. ഇപ്പോൾ ബൈ ഹാർട്ട് ഇത് -kq ഇൻറ്റു ദിസ് ഈസ് എക്സ് റേസ് ടു n ഫോം. കറക്റ്റ്. എക്സ് റേസ് ടു n ഇൻ്റഗ്രൽ എന്തെന്നാ പറഞ്ഞത്? എക്സ് റേസ് ടു n+1/n+1. എക്സ് റേസ് ടു -2+1 ബൈ -2+1. ഇവിടെ താഴത്തെ നമ്പറുകൾ എഴുതാൻ മറന്നുപോയി. താഴെ ഇൻഫിനിറ്റി അല്ലേ? താഴെ തന്നെ ഇരിക്കട്ടെ. മുകളിൽ 6 ആണ്, അത് മുകളിൽ തന്നെ ഇരിക്കട്ടെ.
സോ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും കൂടി എഴുതാം. മൈനസ് കെ ക്യൂ ഇൻറ്റു ഇതെന്താ? ഇത് എക്സ് റേസ് ടു -1 ബൈ -1. എക്സ് റേസ് ടു -1 ബൈ -1. താഴെ ഇൻഫിനിറ്റി, മുകളിൽ 6. മൈനസ് കെ ക്യൂ ഇൻറ്റു എല്ലാ സ്റ്റെപ്പ് എഴുതിയേക്കാം. ഇവിടെ ഒരു 1 ബൈ -1 ഉണ്ട്, കാണുന്നുണ്ടല്ലോ. 1 ബൈ -1ന് -1 തന്നെ എഴുതാമല്ലോ. 1 ബൈ -1 ഈസ് -1. എക്സ് റേസ് ടു -1 എന്ന് പറഞ്ഞാൽ 1 ബൈ എക്സ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. എക്സ് റേസ് ടു -1 എന്ന് പറഞ്ഞാൽ 1 ബൈ എക്സ് ആണ്. ഇങ്ങനെ എഴുതി. നമുക്ക് ഇൻ്റഗ്രേഷന് മുമ്പും ഇൻ്റഗ്രേഷൻ കഴിഞ്ഞാലും കോൺസ്റ്റൻ്റ് എപ്പോഴും പുറത്തോട്ട് എടുക്കാൻ പറ്റും. ഇൻ്റഗ്രേഷന് മുമ്പായാലും ഇൻ്റഗ്രേഷൻ കഴിഞ്ഞാലും ബ്രാക്കറ്റിനുള്ളിൽ കോൺസ്റ്റൻ്റ് ഉണ്ടെങ്കിൽ അത് പുറത്തോട്ട് എടുക്കാം. അത് ഇൻ്റഗ്രേഷൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. ഇപ്പോൾ ഇൻ്റഗ്രേഷൻ കഴിഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. ഈ -1 എന്ന് പറഞ്ഞാൽ അതൊരു കോൺസ്റ്റൻ്റ് അല്ലേ? -1 ഒരു കോൺസ്റ്റൻ്റ് അല്ലേ? നമുക്കത് പുറത്തോട്ട് എടുത്താലോ? പുറത്ത് ഓൾറെഡി ഒരു -kq ഉണ്ട്. ഇവിടെ ഇപ്പോൾ ഉള്ള ഈ -1 പുറത്തോട്ട് പോട്ടെ. മൈനസ് അവിടെ നിർത്തുന്നത് കൺഫ്യൂഷൻ ആവും. ഇൻഫിനിറ്റി ടു r ഇങ്ങനെയും വന്നു. ഇവിടെ -kq ഇൻറ്റു -1. -kq ഇൻറ്റു -1 kq ആണ്. ഇനി എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇൻ്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? വേരിയബിൾ എന്ന് പറഞ്ഞാൽ എക്സിന് നമ്മൾ 6 കൊടുക്കുക. വേരിയബിളിൽ നമ്മൾ അപ്പർ ലിമിറ്റ് കൊടുക്കുക, മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുക. അങ്ങനെയാണ് ഇൻ്റഗ്രേഷൻ ചെയ്യുക. ഇൻ്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ആ വേരിയബിളിന് അപ്പർ ലിമിറ്റ് കൊടുക്കുക, മൈനസ് ഇടുക, ലോവർ ലിമിറ്റ് കൊടുക്കുക. അത് ഇൻ്റഗ്രേഷൻ്റെ റൂൾ അങ്ങനെയാണ്. അപ്പോൾ അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 6 ആണ്. മുകളിലിരിക്കുന്ന ആൾ എക്സിന് 6 കൊടുക്കുക. അപ്പോൾ 1/6 വരും. മൈനസ് ഇടണം. എന്നിട്ട് ലോവർ ലിമിറ്റ് കൊടുക്കുക. എക്സിന് ലോവർ ലിമിറ്റ് ഇൻഫിനിറ്റി ആണ്. അപ്പർ ലിമിറ്റ് കൊടുക്കുക, മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുക. അതിൽ ആ 1/∞ 0 ആയിരിക്കും. ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ എ വെരി വെരി ലാർജ് നമ്പർ. ഉദാഹരണത്തിന് 1/10 lakh. ഇൻഫിനിറ്റി ഈസ് വെരി വെരി ലാർജ്. 1/10 lakh എന്താ? 1/10 lakh എന്ന് പറഞ്ഞാൽ 0.000 എന്നും പറഞ്ഞു വരും. അത് നെഗ്ലക്റ്റ് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. 1 വെരി വെരി ലാർജ് നമ്പർ മേ ബി നെഗ്ലക്റ്റഡ്. അപ്പോൾ kq ഇൻറ്റു 1/6 വരുള്ളൂ. മറ്റേത് പോയല്ലോ. സോ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എ ഡിസ്റ്റൻസ് r, നമുക്ക് ഷോർട്ട് ഫോമിൽ സിമ്പിളൊക്കെ ഉപയോഗിക്കാം കേട്ടോ വേണമെങ്കിൽ. VR എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് r. നമ്മൾ ഡിറൈവ് ചെയ്തിരിക്കുകയാണ് kq/r. kq/r ആണ് നമ്മൾ ഡിറൈവ് ചെയ്ത് നമ്മൾ പ്രോബ്ലം ചെയ്തതാണ്. നെക്സ്റ്റ് ഈസ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ, ഷോർട്ട് ഫോമിൽ പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ സിസ്റ്റം ഓഫ് ചാർജസ്. ഇതാണ് നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. ഇത് വെച്ച് പ്രോബ്ലമാണ് വരാം, അല്ലാതെ തിയറി ആയിട്ട് അങ്ങനെ വരാറില്ല. പക്ഷേ തിയറി അറിഞ്ഞാലല്ലേ പ്രോബ്ലം ചെയ്യാൻ പറ്റുക. പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ സിസ്റ്റം ഓഫ് ചാർജസ്, അതായത് ഇവിടെ കുറേ ചാർജുകളുണ്ട്. Q1, Q2, Q3, Q4 അങ്ങനെ ഒരുപാട് ചാർജസുകളുണ്ട്. നമുക്ക് വേണ്ടത് ഈ പോയിന്റിലുള്ള പൊട്ടൻഷ്യലാണ് വേണ്ടത്. ഇവിടെയുള്ള പൊട്ടൻഷ്യൽ എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു 1 കൂളം ചാർജ് ഉണ്ടെങ്കിൽ അതിനെന്ത് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ഇവിടെ 1 കൂളം ചാർജ് ഉണ്ടെങ്കിൽ അതിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന എനർജി എന്തായിരിക്കും? അപ്പോൾ ഇവിടെയുള്ള പൊട്ടൻഷ്യൽ കാരണം ഡ്യൂ ടു മൾട്ടിപ്പിൾ ചാർജസ്, കുറേ ചാർജുകളുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഓരോ ചാർജിൽ നിന്നുള്ള ഡിസ്റ്റൻസ് നമ്മൾ എന്തായാലും അറിയേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ Q1 നിന്ന് നമുക്ക് വേണ്ട പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എന്തെങ്കിലും ഒരു പേര് പറ, R1 എന്നിരിക്കട്ടെ. Q2 നിന്ന് നമുക്ക് വേണ്ട പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് R2. Q3 നിന്ന് നമുക്ക് വേണ്ട പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് R3. ഇനിയും ചാർജ് ഉണ്ടെങ്കിൽ R4, R5 അങ്ങനെ പോവും. അപ്പോൾ കുറേ ചാർജുകൾ വരുമ്പോൾ ഇവിടെ പൊട്ടൻഷ്യൽ എനർജി കുറേ കൂടി സ്ട്രോങ്ങർ ആയിരിക്കും. അപ്പോൾ ടോട്ടൽ
ടോട്ടൽ പൊട്ടൻഷ്യൽ ഡ്യൂ ടു മൾട്ടിപ്പിൾ ചാർജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡ്യൂ ടു Q1. പൊട്ടൻഷ്യൽ ഡ്യൂ ടു Q1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KQ1/R1. ഓരോ ചാർജ് കാരണമുള്ള പൊട്ടൻഷ്യൽ ആഡ് ചെയ്ത് പോയാൽ മതി. Q1 കാരണം ഇവിടെയുള്ള പൊട്ടൻഷ്യൽ അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് R1 അല്ലേ. Q1 കാരണം ഇവിടെ എന്ത് പൊട്ടൻഷ്യൽ ഉണ്ടാവും അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് R1 എന്ന് പറയുമ്പോൾ Q1 കാരണമുള്ള പൊട്ടൻഷ്യൽ KQ1/R1 പ്ലസ് Q2 കാരണം ഇവിടെ എന്ത് പൊട്ടൻഷ്യൽ ഉണ്ടാവും KQ2/R2. Q3 കാരണം എന്ത് പൊട്ടൻഷ്യൽ ഉണ്ടാവും KQ3/R3. വെക്റ്റർ ഒന്നുമല്ല, ഓൾ ദീസ് ആർ സ്കെയിലാർ ക്വാണ്ടിറ്റീസ്, അതുകൊണ്ട് ഡയറക്ഷൻ ഒന്നുമില്ല. പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എനർജി അല്ലേ, പൊട്ടൻഷ്യൽ എനർജി അല്ലേ, എനർജിക്ക് ഡയറക്ഷൻ ഇല്ല, ഇറ്റ്സ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. അപ്പോൾ ഓരോ ഇൻഡിവിജ്വൽ ചാർജസും അവിടെ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യലുകൾ ആഡ് ചെയ്ത് പോയാൽ മതി. വളരെ സിമ്പിളാണ്, പ്രോബ്ലം പറയുമ്പോൾ ഒന്നുകൂടി ക്ലിയർ ആയിക്കോളും. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്, ശ്രദ്ധിച്ചിരിക്കണേ. ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻ ആണ്. 2 ചാർജസ് 3 × 10⁻⁻8 കൂളം and -2 × 10⁻⁻8 കൂളം are located 15 cm apart. At what point on the line joining the two charges is the electric potential 0? Take the potential at infinity 0. അത് നോക്കണ്ട. ഓക്കെ, സോ അത് നമുക്കറിയാവുന്ന കാര്യം, അത് വിട്ടേക്ക്. സോ there are two charges. നമ്മൾ വരച്ചാലേ മനസ്സിലാവുള്ളൂ. There are two charges Q1 and Q2. There are two charges, ഇതിൽ പേര് കൊടുക്കുക Q1 and Q2. അവിടെ എഴുതിയും വെക്കുക. Q1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 × നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ സൂം ചെയ്യാം, 3 × 10⁻⁻8 കൂളം. Q2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -2 × 10⁻⁻8 കൂളം. They are separated by some distance, 15 cm അല്ലേ. ഇതിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 15 cm ആണ്. ഓക്കെ, അത് മാർക്ക് ചെയ്തേക്കാം. അതിന് മുമ്പ് at what point on the line joining the two charges is the electric potential 0? ഇതിനിടയ്ക്ക് എവിടെയാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ 0 ആവുന്നത്? ഇതിനിടയ്ക്ക് എവിടെയോ ഏതൊരു പോയിന്റിൽ ആര് 0? പൊട്ടൻഷ്യൽ 0. അതായത് 1 കൂളം ചാർജ് ഡസ് നോട്ട് ഹാവ് എനി പൊട്ടൻഷ്യൽ എനർജി. ഇതിനകത്ത് എവിടെയോ ഒരു പോയിന്റിൽ 1 കൂളം ചാർജ് വെച്ചാൽ അതിന് യാതൊരുവിധ എനർജി ഉണ്ടാവില്ല. അത് ഏത് പോയിന്റാണ്? നമുക്കത് ഏതാണെന്ന് അറിയില്ല. നമുക്ക് തൽക്കാലം അപ്പോൾ അസ്യൂം ചെയ്യുക, അല്ല എക്സ് മീറ്റർ ആയിട്ട് അകലെയാണെന്ന് വിചാരിക്കുക. ടോട്ടൽ ഡിസ്റ്റൻസ് 0.15 മീറ്ററാണ്. നമ്മൾ മീറ്ററിൽ എഴുതിയാൽ മതി. ഇതിൻ്റെ ആകെ ഡിസ്റ്റൻസ് 0.15 മീറ്ററാണ്. ഇത്രയും ഡിസ്റ്റൻസ് നമുക്ക് അറിയാത്തത് കൊണ്ട് എക്സ് എന്ന് അസ്യൂം ചെയ്തു. സോ ദാറ്റ് ദ റിമൈനിങ് ഡിസ്റ്റൻസ് വിൽ ബി 0.15 - എക്സ് ആയിരിക്കും. ആ എക്സ് എന്താണെന്ന് പറഞ്ഞാൽ പൊസിഷനായി. അപ്പോൾ ഇവിടെ ഒരു 1 കൂളം ചാർജ് വെച്ചാൽ അതിന് യാതൊരുവിധ പൊട്ടൻഷ്യൽ എനർജി ഇല്ല. അതേതാണ് ആ പോയിന്റ്? ഓക്കെ, അപ്പോൾ പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് ഡ്യൂ ടു മൾട്ടിപ്പിൾ ചാർജസ് അല്ലേ. അപ്പോൾ അവിടെയുള്ള പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡ്യൂ ടു Q1 അല്ലേ. ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സിമ്പിളൊക്കെ എഴുതിക്കോട്ടെ. പൊട്ടൻഷ്യൽ ഡ്യൂ ടു Q1 സെൻറ്റൻസ് എഴുതണ്ടെന്ന് വിചാരിച്ചിട്ടാണ്, വെറുതെ ലോങ്ങർ സെൻറ്റൻസ് വേണ്ടല്ലോ, അതുകൊണ്ട് മനസ്സിലായാൽ പോരെ. ടോട്ടൽ പൊട്ടൻഷ്യൽ അറ്റ് ദ ഗിവൺ പോയിന്റ് ഈസ് ഈക്വൽ ടു Q1 എന്ന് പറഞ്ഞ ചാർജ് കാരണമുള്ള പൊട്ടൻഷ്യൽ പ്ലസ് Q2 എന്ന് പറഞ്ഞ ചാർജ് കാരണമുള്ള പൊട്ടൻഷ്യൽ, ആൻഡ് ഇറ്റ് ഈസ് 0 ആണെന്ന് അറിയാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ലെഫ്റ്റ് സൈഡ് എഴുതാം. VQ1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ Q1 എന്ന് പറഞ്ഞ ചാർജ് കാരണം ഇവിടെ വരുന്ന പൊട്ടൻഷ്യൽ എത്രയാണ്? Q1 എന്ന് പറഞ്ഞ ചാർജ് കാരണം എക്സ് ഡിസ്റ്റൻസ് അകലെയാണ് അല്ലേ. Q1 നിന്ന് എക്സ് ഡിസ്റ്റൻസ് അകലെയാണ്. അപ്പോൾ അത് കാരണമുള്ള പൊട്ടൻഷ്യൽ നമുക്കറിയാം KQ1/X ആണ്. ശരിയല്ലേ? Q1 കാരണം ഇവിടെ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് എക്സ് മീറ്റർ. അപ്പോൾ KQ/R എന്ന് പറഞ്ഞ ഫോർമുല പ്രകാരം Q1 കാരണം ഇവിടെ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ KQ1/X ആണ്. പ്ലസ് ഇനി Q2 ഇവിടെ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 0.15 - എക്സ്.
അത് KQ2 ഡിവൈഡ് ബൈ R ആണ്. അതായത് 0.15 മൈനസ് എക്സ് ആണ്. ഇപ്പോൾ Q1 അവിടെ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ പ്ലസ് Q2 അവിടെ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ, അതാണ് ടോട്ടൽ പൊട്ടൻഷ്യൽ അറ്റ് ദാറ്റ് പോയിന്റ്. ദ ടോട്ടൽ പൊട്ടൻഷ്യൽ 0 ആണ്. അപ്പോൾ എക്സ് അല്ലേ വേണ്ടത്. ഇനി വലിയ കുഴപ്പമില്ല, നമുക്ക് ഒരാളെ പിടിച്ച് അപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുപോവാം, ഒരാളെ നമുക്ക് റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോവാം. ഇയാളായിക്കോട്ടെ അല്ലേ. മൈനസ് KQ2 ഡിവൈഡ് ബൈ 0.15 മൈനസ് എക്സ്. സെൻറ്റിമീറ്ററിനെ മീറ്റർ ആക്കാൻ മറക്കരുത്. ഇപ്പോൾ എക്സ് മീറ്ററിലാണ് കിട്ടുന്നത്. നമുക്ക് ആ K വേണമെങ്കിൽ ഇപ്പോഴേ തന്നെ അങ്ങോട്ട് വെട്ടിക്കളഞ്ഞാലോ. ഇപ്പോഴേ തന്നെ K രണ്ട് സൈഡിലും വെട്ടിക്കളയാലോ. Q1 എന്താണ്? Q1 അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എത്രയാണത്? 3 × 10⁻⁻8 ഡിവൈഡ് ബൈ എക്സ് ഈക്വൽ ടു, ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ട്. Q2 പൊട്ടൻഷ്യൽ എഴുതുമ്പോൾ ചാർജിൻ്റെ സൈനും കൂടി എഴുതണേ. പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എനർജിയാണ്. എനർജി പോസിറ്റീവ് ആവാം നെഗറ്റീവും ആവാം. അപ്പോൾ പൊട്ടൻഷ്യലിൻ്റെ പ്രോബ്ലത്തിൽ ചാർജ് എഴുതുമ്പോൾ നെഗറ്റീവ് സൈനും കൂടി എഴുതാൻ മറന്നു പോകരുത്. Q2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -2 × 10⁻⁸ ആണ്. Q2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -2 × 10⁻⁸ ആണ്. ഡിവൈഡഡ് ബൈ 0.15 മൈനസ് എക്സ്. 0.15 മൈനസ് എക്സ്. വെട്ടിക്കളയാനുള്ളവരുണ്ടെങ്കിൽ അപ്പം തന്നെ അങ്ങോട്ട് വെട്ടിക്കളഞ്ഞേക്കണം. 10⁻⁸ രണ്ട് സൈഡിലും വെട്ടിപ്പോയി. ഈ മൈനസ് പ്ലസ് ആവും. 10⁻⁸ അപ്പോഴും അവിടെ തന്നെ ഉണ്ടല്ലോ. ഈ 10⁻⁸ ഇവിടുത്തെ 10⁻⁸ പോയി. അപ്പോൾ ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഇപ്പോൾ 3/x ആണുള്ളത്. റൈറ്റ് സൈഡിൽ ഇവിടെ ഈ മൈനസും കൂടി പ്ലസ് ആവും. 2/0.15 മൈനസ് എക്സ്. എക്സ് ആണ് വേണ്ടത് അല്ലേ. ഓക്കെ, ഇനി എളുപ്പമോ. ഇനി ചെറിയ മാത്സ് ആണ്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. 3 ഇങ്ങനെ ക്രോസ് ചെയ്യാം. 3 × 0.15 മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു 2x. ഇതിങ്ങനെ ക്രോസ് ചെയ്തതാണ്. 3 ഉള്ളിലോട്ട് എടുക്കുക. വേഗം പറഞ്ഞു പോവാണ്. 3 ഉള്ളിലോട്ട് പോട്ടെ. 0.45 മൈനസ് 3x ഈക്വൽ ടു 2x. മൈനസ് 3x അങ്ങോട്ട് പോട്ടെ. 5x ഈക്വൽ ടു 0.45. x ഈക്വൽ ടു 0.45/5. അതൊന്നും ഞാൻ പറയണില്ല കേട്ടോ. ഈ ചെറിയ കാൽക്കുലേഷൻസ് ഒന്നും ഞാൻ പറയില്ല. 0.09 മീറ്റർ. x ഈക്വൽ ടു 0.09. ചെയ്ത് നോക്കണമെങ്കിൽ ചെയ്ത് നോക്കാം. 0.09 മീറ്റർ. നമുക്ക് വേണമെങ്കിൽ ഫൈനലി സെൻറ്റിമീറ്ററിലോട്ട് ആക്കാം. ഓക്കെ, നിർബന്ധമില്ല സ്റ്റെപ്പ്. മീറ്റർ ആക്കണമെങ്കിൽ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മീറ്ററിനെ സെൻറ്റിമീറ്റർ ആക്കാൻ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അവസാനം വേണമെങ്കിൽ അങ്ങനെ എഴുതാം. ദിസ് 1 × 100 അല്ലേ. ദിസ് 1 × 100 വിൽ ബി 9 സെൻറ്റിമീറ്റർ. അപ്പോൾ അവസാനം നമ്മൾ സെൻറ്റൻസിൽ എഴുതണം, എന്നാലേ ഫുൾ മാർക്ക് ആവുള്ളൂ. അപ്പോൾ എവിടെയാണ് അല്ലേ ക്വസ്റ്റ്യൻ എന്താണ്? അറ്റ് വാട്ട് പോയിന്റ് ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ 0. സോ മനസ്സിലായല്ലോ. സോ പൊട്ടൻഷ്യൽ വിൽ ബി 0 when at a distance, when the distance from Q1, അതായത് 3 × 10⁻⁸ കൂളം is 9 centimeter. Electric potential 0 at 9 centimeter away from 3 × 10⁻⁸ കൂളം. അങ്ങനെയും വേണമെങ്കിൽ എഴുതാം. അവസാന കൺക്ലൂഷൻ എഴുതി വെച്ചേക്കാം. ഈ ക്വസ്റ്റ്യൻ നോക്കാം. A regular hexagon of side 10 cm has a charge 5 microcoulomb at each of the vertices. Calculate the potential at the center of the hexagon. Hexagon എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 സൈഡ്സ് ഓർത്ത് വെച്ചോ. ഹെക്സഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 സൈഡ്സ് ആണ് ഉള്ളത്. ഞാനിതിപ്പോൾ റഫായിട്ടാണ് വരയ്ക്കുന്നത് കേട്ടോ. 6 സൈഡ്സ്. ഓക്കെ ആയല്ലോ അല്ലേ. ഇതിങ്ങനെ വെറുതെ റഫായിട്ട് വരയ്ക്കുന്നതാണ്, അത്ര പെർഫെക്റ്റ് ആയിട്ടില്ല എന്നെനിക്കറിയാം.
റെഗുലർ ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡും ഈക്വൽ ലെങ്ത് ആണ്. റെഗുലർ ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡും ഈക്വൽ ആണ്. ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ 6 സൈഡ്സ് ആണ്. ഇവിടെ സൈഡ് എത്രയാണ്? 10 സെൻറ്റിമീറ്റർ അല്ലേ? സൈഡ് എത്രയാണെന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ. ഓക്കെ, അത് എഴുതി. വേറെന്താ പറഞ്ഞിരിക്കുന്നത്? ഈ ഹെക്സഗൻ്റെ സെൻട്രലായിട്ട് 5 മൈക്രോ കൂളം ചാർജ് വെച്ചിട്ടുണ്ട്. എവിടെ? ഇതിൻ്റെ കറക്റ്റ് സെൻട്രലായിട്ട്. സെൻറ്റർ എങ്ങനെ കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഡയഗണൽ വരയ്ക്കുക. ഡയഗണലെല്ലാം മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് ആയിരിക്കും സെൻറ്റർ. അങ്ങനെ വരയ്ക്കുക അല്ലേ? ഡയഗണൽസ് വരച്ചേക്ക്. സെൻറ്റർ കിട്ടാനായിട്ട് അങ്ങനെ ചെയ്താൽ പോരെ. വരയ്ക്കുമ്പോൾ അത്ര നീറ്റ്നെസ് ഉണ്ടാവില്ല, എന്നാലും ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. യെസ്. ഡയഗണലെല്ലാം മീറ്റ് ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണെന്ന് അറിയാമോ? സെൻറ്ററിൽ. അവിടെ എന്താ വെച്ചിരിക്കുന്നത്? അവിടെ ഒരു 5 മൈക്രോ കൂളം ചാർജ് വെച്ചിട്ടുണ്ട് ഇവിടെയായിട്ട്. 5 മൈക്രോ കൂളം ചാർജ് വെച്ചിട്ട് അല്ല, അവിടെ അല്ലല്ലോ. അവിടെ അല്ല വെച്ചിട്ടുള്ളത്. 5 മൈക്രോ കൂളം വെച്ചിട്ടുള്ളത് എല്ലാ കോർണറിലാണ്, സെൻറ്ററിലല്ല. 5 മൈക്രോ കൂളം ചാർജ് വെച്ചിരിക്കുന്ന ഓരോ കോർണറിലാണ്. 5 മൈക്രോ ഞാനവിടെ എഴുതി വെച്ചേക്കട്ടെ. എല്ലായിടത്തും എഴുതി വെച്ചോ, അല്ലെങ്കിൽ ക്ലാരിറ്റി ഉണ്ടാവുമല്ലോ. ഫിഗർ കാണുമ്പോൾ നല്ല ക്ലാരിറ്റി ഉണ്ടാവും. എല്ലാ കോർണറിലും നമ്മൾ 5 മൈക്രോ കൂളം ചാർജ് വെച്ചിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. എല്ലാ കോർണറിലും 5 മൈക്രോ കൂളം ചാർജ് വെച്ചിരിക്കുക. അങ്ങനെയാണെങ്കിൽ സെൻറ്ററിൽ എന്ത് പൊട്ടൻഷ്യൽ ഉണ്ടാവും? വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ അറ്റ് ദ സെൻറ്റർ? പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു 1 കൂളം ചാർജ് ഉണ്ടെങ്കിൽ അതിന് എന്ത് എനർജി ഉണ്ടാവും? അപ്പോൾ ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. ചിരിക്കാം. ഇപ്പം ഇത് നിങ്ങൾ വരച്ചു വരുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. എന്താണെന്നറിയാമോ? ഇവിടെ കുറേ ട്രയാങ്കിൾ കാണുന്നുണ്ട് അല്ലേ? സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും ഇതൊരു ഇക്വിലാറ്റർ ട്രയാങ്കിളാണ്. അതിനുള്ള കാരണം ഞാനിപ്പോൾ തന്നെ പറഞ്ഞുതരാം. ഇതെന്ത് ട്രയാങ്കിളാണ്? ദിസ് ഐ ക്യാൻ പ്രൂവ് ഇറ്റ്. ആ പ്രൂഫ് ഞാനിപ്പോൾ തന്നെ പറഞ്ഞു തന്നേക്കാം. ഐ ക്യാൻ പ്രൂവ് ഇറ്റ്. ഈ കാണിച്ചിരിക്കുന്ന ട്രയാങ്കിൾ, ഇതേപോലത്തെ ട്രയാങ്കിൾ അപ്പുറത്തും സൈഡിലെല്ലാം വന്നിട്ടുണ്ട്. ഈ ഓരോ ട്രയാങ്കിളും ഇക്വിലാറ്ററലായിരിക്കും. എന്തുകൊണ്ട് ഇക്വിലാറ്ററലായി എന്നായിരിക്കും നിങ്ങളുടെ ഡൗട്ട്. പറഞ്ഞുതരാം. ഞാൻ എഴുതി കഴിഞ്ഞിട്ട് മായ്ക്കും. ഈ ആംഗിൾ 60 ആണെന്ന് കാണിച്ചാൽ പോരെ? ഈ ആംഗിൾ 60 ആണെന്ന് കാണിച്ചാൽ അത് ഇക്വിലാറ്ററലാണ്, ഉറപ്പിക്കാം. അതെങ്ങനെ ഇത് 60 ആയാലും ഇത് ഇക്വിലാറ്റർ ആവാം? കാരണം ഈ സൈഡും എന്തായാലും ഈക്വലാണ്. കാരണം സെൻറ്റർ ആണല്ലോ. അപ്പോൾ ഇത് ഓൾറെഡി ഇതൊരു ഐസോസെലസ് ആയിരിക്കുകയാണ്. ഇക്വിലാറ്ററലാണെന്ന് എനിക്ക് തുടക്കത്തിൽ അറിയില്ല. തുടക്കത്തിൽ ഒരു കാര്യം ഉറപ്പാണ്, ഇതൊരു ഐസോസെലസ് ട്രയാങ്കിളാണ്. 2 സൈഡും ഓൾറെഡി ഈക്വലാണ് ഇവിടെ. അപ്പോൾ ഈ ആംഗിൾ 60 ആയാൽ ഓട്ടോമാറ്റിക്കലി ഇക്വിലാറ്ററൽ ആയിക്കോളും. ഒരു ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ അതങ്ങനെ വരുള്ളൂ. ഒരു ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ ഈ ആംഗിൾ കേട്ടോ, ഈ കോർണറിൽ വരുന്ന ആംഗിൾ 60 ആണെങ്കിൽ ഇതും 60 ആയിക്കോളും. ഞാൻ മാത്സിലോട്ട് അങ്ങനെ അധികം പോയി സമയം കളയുന്നില്ല. ഇത് 60 ആയിരിക്കും. കാരണം എന്താണെന്നറിയാമോ? ഇത് തീറ്റയാണെങ്കിൽ ഇതും തീറ്റയായിരിക്കും. ഓരോരുത്തരും തീറ്റയാണ്. എല്ലാം ഐഡൻറ്റിക്കൽ ട്രയാങ്കിൾസുകളാണല്ലോ. ഞാൻ ഇത് എഴുതിയത് കഴിഞ്ഞിട്ട് മായ്ക്കുകയെ. ഇതൊക്കെ എല്ലാം ഓരോ ഐഡൻറ്റിക്കൽ ട്രയാങ്കിൾസുകളാണ്. ഒരു 1 കംപ്ലീറ്റ് റെവല്യൂഷൻ 360 ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു 1 കംപ്ലീറ്റ് റെവല്യൂഷൻ എത്രയാണ്? 360 ഡിഗ്രിയാണ്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ആംഗിൾ തീറ്റ പ്ലസ് തീറ്റ അല്ലേ? 6 ടൈംസ് തീറ്റ. ഈ എല്ലാ ആംഗിളും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? 6 ടൈംസ് തീറ്റ. ആ സ്റ്റെപ്പൊക്കെ എക്സാമിന് കാണിച്ചേക്കണം. 6 തീറ്റ ഈസ് ഈക്വൽ 360 ഡിഗ്രി. ഒരു 1 കംപ്ലീറ്റ് റെവല്യൂഷനാണ് ഓരോ തീറ്റയും ആഡ് ചെയ്യുമ്പോൾ. അപ്പോൾ തീറ്റ ഈക്വൽ 60 ഡിഗ്രി. പേരൊന്നും അങ്ങനെ കൊടുക്കുന്നില്ല. ഹെൻസ് ഈച്ച് ട്രയാങ്കിൾസ് വിൽ ബി ഇക്വിലാറ്ററൽ. പ്രധാനപ്പെട്ട സ്റ്റെപ്പ് ഉണ്ടായാൽ മതി. ഇക്വിലാറ്റർ ട്രയാങ്കിൾ ഞാൻ ചുരുക്കി എഴുതുന്നുള്ളൂ കേട്ടോ. ഇക്വിലാറ്റർ ട്രയാങ്കിളാണ്. 60 ആകുമ്പോൾ മറ്റേത് 60 വരും. ഇക്വിലാറ്റർ ട്രയാങ്കിൾ ആയതുകൊണ്ട് എല്ലാ സൈഡും സെയിം ആവണം. ഇത് 10 ആണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡ് 10 സെൻറ്റിമീറ്റർ ആയേ തീരൂ. ഈ സൈഡും 10 സെൻറ്റിമീറ്റർ ആയേ തീരൂ. അപ്പോൾ ബാക്കിയുള്ള ട്രയാങ്കിളിലും ഈ റൂള് ബാധകമാണ്. ഓരോ ഡിസ്റ്റൻസും സെൻറ്ററിൽ നിന്ന് കോർണറിലേക്കുള്ള ഓരോ ഡിസ്റ്റൻസും 10 ആയിരിക്കണം. സെൻറ്ററിൽ നിന്ന് ഓരോ പോയിൻ്റ് ചാർജിലേക്കുള്ള ഡിസ്റ്റൻസും എന്തായിരിക്കണം? 10 ആയിരിക്കണം. സ്റ്റെപ്പ് ഇക്വിലാറ്ററാണ്.
അപ്പോൾ ഓരോന്നിനും എന്തെങ്കിലും വേണമെങ്കിൽ പേര് തൽക്കാലത്തേക്ക് ടെമ്പററി ആയിട്ട് കൊടുത്തേക്കാം. Q1 ഒരു ഫോർമുല എഴുതാൻ വേണ്ടി മാത്രം. Q3 ഇത് എഴുതിയില്ലാന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. Q4 Q5 Q6 ഇങ്ങനത്തെ 6 പോയിന്റ് ചാർജസ് കാരണം സെൻറ്ററിൽ എന്ത് പൊട്ടൻഷ്യൽ ഉണ്ട്? ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു 6 ചാർജസ്. ഇപ്പോൾ ടോട്ടൽ പൊട്ടൻഷ്യൽ അറ്റ് ദ സെൻറ്റർ അല്ലേ? ടോട്ടൽ പൊട്ടൻഷ്യൽ അറ്റ് ദ സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡ്യൂ ടു Q1 പ്ലസ് പൊട്ടൻഷ്യൽ ഡ്യൂ ടു Q2 പ്ലസ് എക്സെട്രാ പൊട്ടൻഷ്യൽ ഡ്യൂ ടു പോയിന്റ് ചാർജ് Q6. നമ്മൾ നേരത്തെ പഠിച്ചു ഓരോ ഇൻഡിവിജ്വൽ ചാർജസും ആ പോയിന്റിൽ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യലുകൾ ആഡ് ചെയ്താൽ മതി. എല്ലാം സെയിം ആയിരിക്കും. ഞാൻ എഴുതി വരുമ്പോൾ മനസ്സിലാവും. VQ1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KQ1/R അല്ലേ? പെട്ടെന്ന് അങ്ങോട്ട് എഴുതിക്കോട്ടെ, അല്ലെ വേണ്ട പോട്ടെ. K ഇൻറ്റു Q1. Q1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 മൈക്രോ. അതങ്ങോട്ട് നേരെ അങ്ങോട്ട് എഴുതി കൈയോടെ അങ്ങോട്ട് എഴുതിയേക്കാം. Q1 എന്ന് പറഞ്ഞാൽ 5 മൈക്രോ. K എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ 9 ഇൻറ്റു ഓക്കെ ബൈ R1. R1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Q1 എന്നുള്ള ഡിസ്റ്റൻസ് അല്ലേ? Q1 എന്നുള്ള ഡിസ്റ്റൻസ് 10 സെൻറ്റിമീറ്റർ ആണ്, അഥവാ 0.1 മീറ്റർ ആണ്. ഇതാണ് V ഓഫ് Q1, പൊട്ടൻഷ്യൽ ഡ്യൂ ടു Q1 അറ്റ് ദ സെൻറ്റർ. KQ/R ആണല്ലോ. K ഇൻറ്റു Q1 ബൈ R1. R1 എന്ന് പറഞ്ഞാൽ 0.1 മീറ്റർ. V ഓഫ് Q2 പൊട്ടൻഷ്യൽ ഡ്യൂ ടു Q2 എഴുതുമ്പോൾ ഇതേ നമ്പർ തന്നെ വരണേ, നോക്കിക്കോ. K ഇൻറ്റു Q2. Q2 എന്ന് പറഞ്ഞാൽ 5 മൈക്രോ തന്നെയാണ്. ബൈ R2. KQ2/R2. R2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ്, അതും 0.1 തന്നെയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഓരോ എഴുതാൻ പോകുന്ന ഓരോ ടേമും സെയിം തന്നെയാണ്. വെറുതെ വീണ്ടും വീണ്ടും പറഞ്ഞ് സമയം കളയുന്നില്ല. ഈ എഴുതുന്ന 6 ടേംസും സെയിം തന്നെയാണ്. അപ്പോൾ ലൈക്ക് A+, A 6 തവണ ആഡ് ചെയ്യുക. A 6 ടൈംസ് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ 6 എന്ന് എഴുതില്ലേ? X പ്ലസ് X പ്ലസ് X 6 തവണ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ 6 ടൈംസ് X എന്ന് പറയാമല്ലോ. 6 ടൈംസ് X എന്ന് പറയാം. അപ്പോൾ നമുക്കിതിനെ 6 ടൈംസ് K ഇൻറ്റു 5 മൈക്രോ. മൈക്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 മൈക്രോ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ചെയ്യാം. അത് ഓക്കെ, അത് നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ചെയ്യാം. 6 ടൈംസ് K ഇൻറ്റു 5 മൈക്രോ ഡിവൈഡഡ് ബൈ 0.1. സോ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ഇനി സിംപ്ലിഫിക്കേഷൻ. 6 ഇൻറ്റു K എന്ന് പറഞ്ഞാൽ 9 ഇൻറ്റു 10⁻⁹ ആണ്. 5 ഇൻറ്റു മൈക്രോ ഞാൻ മുമ്പ് പറഞ്ഞു തന്നിട്ടുള്ളതാണ് കേട്ടോ. മൈക്രോ എപ്പോഴും ആവശ്യം വരും, പ്രത്യേകിച്ച് ഈ ചാപ്റ്ററിൽ. സെക്കൻഡ് ചാപ്റ്ററിൽ എപ്പോഴും നമ്മൾ മൈക്രോ യൂസ് ചെയ്യുന്നുണ്ട്. മൈക്രോ മുമ്പ് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. 10⁻⁻6 ആണ് മൈക്രോ, മറന്നാവല്ലേ. ഇനി 0.1 ആണ് താഴെ. പോയിന്റ് നമ്മൾ ഒഴിവാക്കാനാണ് ശ്രമിക്കുക. പോയിന്റ് ഒഴിവാക്കാനാണ് നോക്കുക. 0.1 നമുക്ക് 10⁻⁻1 എഴുതിയ പ്രശ്നം തീർന്നില്ലേ? 0.1 10⁻⁻1 എഴുതാമല്ലോ. ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് 270. 6 ഇൻറ്റു 9 അല്ലേ? നോക്ക്, ശരിക്കും നോക്ക്. 6 ഇൻറ്റു 9 ഇൻറ്റു 5 270. 270നെ നമുക്ക് അപ്പം തന്നെ 27 ഇൻറ്റു 10 ആക്കാം അല്ലേ? അങ്ങനെ എഴുതിയെന്ന് വെച്ച് തെറ്റൊന്നുമില്ലല്ലോ. 270നെ 27 ഇൻറ്റു 10 എഴുതിയെന്ന് വെച്ച് തെറ്റൊന്നുമില്ലല്ലോ. പിന്നെ അവിടെ ഒരു 10⁻⁹ ഉണ്ട്, 10⁻⁻6 ഉണ്ട്, താഴെ 10⁻⁻1 ഉണ്ട്. വേഗം വേഗം പറഞ്ഞു പോവാണേ. ന്യൂമറേറ്ററിൽ 10ൻ്റെ പവറുകളെല്ലാം ആഡ് ചെയ്യണം. 1 + 9 10, 10 - 6 4, താഴെ ഒരു 10⁻⁻1. നമ്മൾ 10ൻ്റെ പവർ തമ്മിൽ മൈനസ് ആണ് ചെയ്യേണ്ടത്. 4 - of -1 5 വോൾട്ട്. പൊട്ടൻഷ്യലിൻ്റെ യൂണിറ്റ് വോൾട്ടാണ്. ക്ലിയർ ആയി എന്ന് കരുതുന്നു.